ദൈവസന്നിധിയിൽ നമുക്ക് ഒരു വേദവാക്യം വായിക്കാം. 78-ാം സങ്കീർത്തനം അതിൻ്റെ 72-ാം വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. സങ്കീർത്തനങ്ങൾ 78-ന്റെ 72 ഒന്നുകൂടി വായിച്ചു. നടത്തി. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ തിരുനാമത്തെ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവേ, ഞങ്ങൾക്കെല്ലാവർക്കും ഒരനുഗ്രഹമാകണമേ. വചനത്തിൻ്റെ നിറവും വിടുതലും ഞങ്ങളുടെ നടുവിൽ പകരണമേ. രക്തക്കോട്ടയ്ക്കുള്ളിൽ മറയ്ക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് പരിചയമുള്ള ഒരു വേദവാക്യമാണ്, എന്നാൽ പലപ്പോഴും നമ്മൾ അധികം വായിക്കാത്ത ഒരു വേദവാക്യം കൂടെയാണ്. കാരണം 78-ാം സങ്കീർത്തനം 72 വാക്യങ്ങളുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ഇസ്രായേൽ ജനതയുടെ നടത്തിപ്പും ചരിത്രവും തങ്ങൾ മിസ്രൈമിലായിരുന്ന കാലഘട്ടത്തെക്കുറിച്ചും തങ്ങളെ പീഡിപ്പിച്ച അവസ്ഥകളെക്കുറിച്ചും അപ്പോൾ തന്നെ ദാവീദിൽ വന്നെത്തി നിൽക്കുന്ന രാജസിംഹാസനത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 78-ാം സങ്കീർത്തനം. 78-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യമാണ് നാം വായിച്ചത്. അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. 2 പദങ്ങളാണ് അവസാനം പറഞ്ഞു നിർത്തുന്നത്. ഒന്ന്, പരമാർത്ഥ ഹൃദയത്തോടെ. പരമാർത്ഥ ഹൃദയത്തോടെ. ഈ ദൈവദാസന്മാരാകുന്ന ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവമേ, എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കണം. പരമാർത്ഥ ഹൃദയത്തോടെ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ദൈവമക്കളെ അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നവരാണ് ദൈവമക്കൾ. നമ്മളെല്ലാം അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാ, പരസ്പരം എന്ത് ചെയ്യുന്നവരാ? അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരാ. ദൈവമേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിക്ക് പോലും ഒരു ഭാരമുണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ദൈവമക്കൾ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയുടെ പവിത്രത വർദ്ധിക്കുന്നത്. ആ പവിത്രതയാണ് നമ്മുടെ കുടുംബങ്ങളിൽ നന്മ വരുവാൻ കാരണമാകുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞു പരമാർത്ഥ ഹൃദയത്തോടെ. പരമാർത്ഥ ഹൃദയത്തോടെ. ദാവീദ് തൻ്റെ ജനത്തെ സേവിച്ചത് പരമാർത്ഥ ഹൃദയത്തോടെ. ഒരുപക്ഷെ താൻ രാജാവാകുമെന്നൊന്നും ആദ്യത്തെ നിമിഷങ്ങളിൽ ആർക്ക് ധാരണയില്ല. ദാവീദിന് ധാരണയില്ല. രാജാവാകാൻ വേണ്ടിയല്ല ദാവീദ് ദൈവത്തെ ആരാധിച്ചത്. ദാവീദ് ദൈവത്തെ ആരാധിച്ചത് രാജാവാകാൻ വേണ്ടി അല്ല. മറിച്ച് ദാവീദ് ദൈവത്തെ ആരാധിച്ചത് അവൻ്റെ നിർമ്മല ഹൃദയത്തിൻ്റെ ഒരു ഭാഗമാണ്. നിർമ്മല ഹൃദയത്തിൻ്റെ ഒരു ഭാഗമാണ്. ദൈവമക്കളെ, ആരാധന എന്ന് പറയുന്നത് ഒരു നിർമ്മലതയുടെ ഭാഗമാണ്. നിർമ്മലതയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് 51-ാം സങ്കീർത്തനത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ദൈവമക്കളെ, നമ്മുടെ ഉള്ളിൽ നിർമ്മലമായ ദൈവഭക്തി ഉണ്ടെങ്കിൽ നമ്മൾ മുമ്പേ കേട്ടതുപോലെ അതിനെ കെടുത്തി കളയുവാൻ ആർക്കും കഴിയത്തില്ല. ഈ വാക്യങ്ങളെല്ലാം ബന്ധപ്പെട്ടത് ഞാൻ ബിജുപാസ്റ്റർ എടുത്തതിന് ശേഷമല്ല ഈ വചനം എടുത്തുകൊണ്ട് വരുന്നത്. ദൈവാത്മാവ് സംസാരിച്ച വചനമാണ് ഞാൻ കൊണ്ടുവരുന്നത്. ബിജുപാസ്റ്റർ അത് തന്നെയാണ് നമ്മളെ ഓർമ്മിപ്പിച്ചത്. നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവൻ നിനക്ക് വേണ്ടി ഉണർന്നു വരും. അവൻ നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനമാക്കും എന്ന നമ്മൾ കേട്ടത്. അപ്പം നിർമ്മലതയോട് ദൈവത്തെ ആരാധിക്കുക. നിർമ്മലതയോട് ദൈവത്തെ ആരാധിക്കുക. ബിജുപാസിന് നല്ലൊരു തൊഴിൽ കയ്യിലുള്ളയാളാണ്. എനിക്ക് അദ്ദേഹം പഠിക്കുമ്പോഴേ അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ അവർ വലിയ വില കൊടുത്ത ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. ദൈവങ്ങളെ, ഞങ്ങൾ ദൈവദാസന്മാരെന്നുള്ള നിലയിൽ ഇന്ന് ബിജുപാസിൻ്റെ കോട്ടേജ് മീറ്റിംഗിലൂടെ ആണല്ലോ നിലയിൽ ഈ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഒന്നാമതുണ്ടായിരിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. നിർമ്മലത ഉണ്ടായിരിക്കണം. നിർമ്മലത ഉണ്ടായിരിക്കണം. നിർമ്മലതയുള്ള ഈ ദാവീദിനെ ഒന്ന് നോക്കിയാൽ ദാവീദ് എല്ലായിടത്തും ദൈവത്തെ എന്ത് ചെയ്തു? ആരാധിച്ചു. ദൈവത്തെ ആരാധിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇന്ന് പകലിൽ പ്രതിഫലിച്ച് ഒന്നും കൂടാതെ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. ആരെയും കാണിക്കാനല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. ആർക്കും മഹത്വം കൊടുക്കാൻ അല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവത്തിന്റെ വചനം നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് നമ്മുടെ നിർമ്മലതയോടാണ്.
ഇന്ന് രാത്രിയിൽ ഈ ദൂത് പറയുമ്പോൾ നിന്റെ വീട്ടിൽ വലിയ സാഹചര്യം കാണത്തില്ല, ചിലപ്പോൾ തറ വലിയ മാർബിൾ ആയിരിക്കത്തില്ല. എന്നാൽ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആരാധനയ്ക്ക് പ്രതിഫലിച്ച കൂടാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി ഞാനൊരു ദൂത് വിളിച്ചു പറയാം. ദൈവം നിന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നിടത്ത് ദൈവം നിന്നെ കൊണ്ടുവരിക തന്നെ ചെയ്യും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി വിശ്വസിച്ചിട്ട് പറ, ഞാൻ കൈയടിക്കുന്നത് ആരെ കാണിക്കാനല്ല, ഞാൻ പാട്ടുപാടുന്നത് ആരെ കാണിക്കാനല്ല, ഞാൻ സുവിശേഷ വേല ചെയ്യുന്നത് ആരുടെയും ഒന്നും നോക്കിയിട്ടല്ല, ഞാൻ ദൈവവേല ചെയ്യുന്നത് പരമാർത്ഥ ഹൃദയത്തോടെ, പരമാർത്ഥ ഹൃദയത്തോടെ, നിർമ്മലതയോടെ. ദൈവമക്കളെ, നിർമ്മലതയോടെ ചെയ്ത തന്റെ ജനത്തെ വിടുവിച്ചിട്ടുണ്ട്, വിടുവിച്ചു കൊണ്ടുവന്ന ചരിത്രം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവസാനത്തെ 68 വാക്യം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് നോക്കിയേ, യോസഫിനെ വരെ പറഞ്ഞിട്ട് പിന്നെ യഹൂദ ഗോത്രത്തെ കുറിച്ചാണ് പറയുന്നത്. യഹൂദ ഗോത്രത്തെ കുറിച്ചൊന്ന് വായിച്ചേ. അവൻ യഹൂദ ഗോത്രത്തെയും താൻ പ്രിയപ്പെട്ട സിയോൻ പർവ്വതത്തെ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. നോക്കിയേ, യഹൂദ ഗോത്രത്തെ. യോസഫ് അല്ലയോ സത്യത്തിൽ നല്ലത്? യോസഫാണോ നല്ലത്? എന്റെയും നിങ്ങളുടെയും ചിന്തയിൽ ആരാ നല്ലത്? യോസഫ് അല്ലേ നല്ലത്? പിന്നെന്തിനാ യഹൂദയെ തെരഞ്ഞെടുത്തത്? ഇതൊരു ചോദ്യം. യഹൂദ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. യഹൂദയെ തെരഞ്ഞെടുക്കാൻ പല കാരണങ്ങളുണ്ട്. യഹൂദയെ തെരഞ്ഞെടുക്കാൻ പല കാരണങ്ങളുണ്ട്. ദൈവമക്കളെ, യഹൂദയുടെ നല്ലൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവൻ ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അമ്മാവൻ പറഞ്ഞ ശരിയാ, സ്തുതിക്കുന്ന ആളാണ്. അതിലേക്ക് വരാം. യോസഫിനോടുള്ള വാഗ്ദാനത്തെക്കാൾ ഉപരി വാഗ്ദത്തം പ്രാപിച്ചത് ആരാ? യഹൂദയ വാഗ്ദത്തം പ്രാപിച്ചത്. എന്താ അവനോടുള്ള വാഗ്ദത്തം? നിന്റെ ഹല്ലേലൂയ ചെങ്കോൽ നീങ്ങി പോകത്തില്ലെന്നുള്ളത് ആ വാഗ്ദത്തം. നമ്മുടെ ചെങ്കോൽ എന്ത് ചെയ്യത്തില്ല? നീങ്ങി പോകത്തില്ലെന്ന്. ദൈവത്തിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? യോസഫ് ജീവനോടിരിക്കാൻ ഒരു കാരണം യഹൂദ ഗോത്രത്തിലെ ഹല്ലേലൂയ ശ്രേഷ്ഠനായ മനുഷ്യൻ എന്നറിയപ്പെടുന്ന യഹൂദ തന്നെയാ യോസഫ് ജീവനോടിരിക്കാനുള്ള ഒരു കാരണം. യോസഫിനെ ജീവനോട് രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച ആളുകളിൽ ഒരാളാരാ? രൂബേന. ഒരാളാരാ? രൂബേന. ഒന്ന് വായിച്ചോ, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 49 അധ്യായം 10 വാക്യത്തിലെ വാഗ്ദത്തം കിടക്കുന്നത് വായിച്ചേ. 49:10 ഒരാൾ പെട്ടെന്ന് വായിച്ചു. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോല് യഹൂദയിൽ നിന്നും രാജദണ്ഡവന്റെ കാലുകളുടെ ഇടയിൽ നിന്ന് എത്തില്ല, നീങ്ങിപ്പോകയില്ല. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആരാധിക്കുന്ന നിനക്കൊരു അധികാരമുണ്ടെന്ന് പുതിയ നിയമസഭയോട് ബന്ധപ്പെട്ട് പറയാം. ആരാധിക്കുന്ന നമുക്ക് എന്തോ ഉണ്ട്? അധികാരമുണ്ടെന്ന്. ആരെത്ര കൊടി കൂട്ടിയാലും എത്ര പടയൊരുക്കിയാലും ദൈവമക്കൾ വിശ്വസിച്ചിട്ട് പറയണം, എന്റെ മേൽ തന്നെ ഒരു അധികാരമുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് അന്യഭാഷ പറയുന്നത് വെറുതെയല്ല കേട്ടോ, പാട്ട് പാടുന്നത് വെറുതെയല്ല കേട്ടോ. എന്റെ കയ്യിൽ ഒരു ചെങ്കോല് ദൈവം തന്നിട്ടുണ്ടെന്ന്, എന്റെ കയ്യിൽ ഒരു അധികാരത്തിന്റെ വടി ദൈവം തന്നിട്ടുണ്ടെന്ന്, മുമ്പിലുള്ള ചെങ്കടലിനെ രണ്ടാക്കാൻ കഴിയുന്ന, ഹല്ലേലൂയ, ചിലതിനെ നിയന്ത്രിച്ചു നിർത്തുവാൻ കഴിയുന്ന, ചില അനുഗ്രഹങ്ങൾ എന്റെ മേൽ വരുന്ന ഒരു വടി എന്റെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ടെന്ന്, ഇടയനാക്കി വെച്ചത് വെറുതെയല്ലെന്ന്, അധികാരം തന്ന നമ്മളെ ഇടയനാക്കി വെച്ചത്. ദൈവങ്ങളെ, പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കും എനിക്കൊരു കൃപയുണ്ട്. ഓർത്തോണം, അധികാരം തന്നിട്ടാ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഉപവസിക്കാൻ നിങ്ങൾക്കൊരു കൃപയുണ്ടെങ്കിൽ ഓർത്തോണം, അധികാരം തന്നിട്ടാ ഉപവസിക്കാൻ പറഞ്ഞത്. നിന്റെ നേരെ കയറി വരുന്ന സകല ശത്രുവിനെയും സകല അണലിയെയും അണുക്കളെയും വിഷശക്തികളെയും ശാസിച്ചു കളയുവാൻ ഒരധികാരം ദൈവമക്കൾക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ വാഗ്ദത്തം ഒരു അധികാരം. രാജ ചെങ്കോലം ചെയ്യത്തില്ല, നീങ്ങിപ്പോകയില്ലെന്ന്. അധികാരമുള്ളവൻ വരുന്നത് വരെ. ആര് അധികാരമുള്ളവൻ? കർത്താവ്. കർത്താവ് വന്നാലും നമുക്ക് അധികാരമുണ്ട്. കർത്താവ് തരുന്ന അധികാരമുണ്ട്. കർത്താവ് തരുന്ന അധികാരമുണ്ട്. ഞാൻ ഇവിടെ നിർത്തിയ. അപ്പം
ദൈവമക്കളെ, ഒന്നാമത് ഇവനെ തെരഞ്ഞെടുക്കാൻ കാരണം ഇവന്റെ മേൽ ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്. എന്താ വാഗ്ദത്തം? നിനക്കൊരു ചെങ്കോല് ദൈവം തന്നിരിക്കുക. മുമ്പേ കേട്ടതുപോലെ ആരൊക്കെ എത്ര കൊടി കെട്ടിയാലും പടയൊരുക്കിയാലും ദൈവമക്കൾ വിശ്വസിക്കണം, ആരാധിക്കുന്ന നിന്റെ അധികാരത്തെ അല്ലെങ്കിൽ തകിടം മറിക്കുവാൻ ഒരു പൈശാചിക ശക്തിക്ക് കഴിയും. ദൈവങ്ങളെ, രണ്ടാമത്തെ കാര്യം, ഇവൻ ആഗ്രഹിക്കുന്നത് ജീവൻ നഷ്ടമാകില്ലെന്ന്. എന്താ ചെന്ന് പറഞ്ഞത്? ജീവൻ നഷ്ടമായാലും എനിക്ക് ആളായാൽ മതിയെന്ന്. ശൗല് പറഞ്ഞത് ജീവൻ നഷ്ടമായാലും എനിക്ക് എന്ത് ചെയ്താൽ മതി? രാജാവായാൽ മതി. ദാവീദിനെ കൊന്നാലും കുഴപ്പമില്ല, എനിക്ക് എന്ത് ചെയ്യണം? രാജാവാകണം. ദൈവമക്കളെ, ഈ ചിന്ത പൈശാചികമാണ്. ദുരാത്മാവ് ആരുടെ മേൽ വന്നു? ശൗലിന്റെ മേൽ വന്നു. അന്ന് തൊട്ട് അവൻ ഈ ചിന്ത തുടങ്ങിയത്, ദാവീദിനെ കൊന്നാലും കുഴപ്പമില്ല, എനിക്ക് ആരാകണം? രാജാവാകണമെന്ന്. നിന്റെ രാജസ്ഥാനം പോയെന്ന് ദൈവത്തിന്റെ പൈതലെ, ആത്മനിറവുള്ളവൻ ജീവനെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. സഭയ്ക്കകത്ത് ജീവൻ ഉണ്ടാകും, കുടുംബത്തിന്റെ അകത്ത് ജീവൻ ഉണ്ടാകും, വ്യക്തികളിൽ ജീവൻ ഉണ്ടാകും. ആരാധനയുള്ള ദൈവത്തിന്റെ പൈതലെ, ഇന്ന് രാത്രിയിൽ മറന്നു പോകരുത്. ജീവനുള്ളവനെ ഹല്ലേലൂയ നശിപ്പിക്കുവാനല്ല ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്, ജീവനുള്ളവനെ ശക്തീകരിക്കുവാനാണ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്. യഹൂദ ഗോത്രത്തിന്റെ രണ്ടാമത്തെ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നല്ല നേതൃഗുണമാണ്. നല്ല നേതൃഗുണമാണ് എന്ന് പറഞ്ഞാൽ, ഈ പൊട്ടക്കണ്ടിൽ ഈ ചെറുക്കനെ പിടിച്ചിട്ടേക്ക് ആര്? യോസഫിനെ പിടിച്ചിട്ടത് കൊല്ലാനാ. കുറച്ച് കഴിയുമ്പം കൊല്ലാന് ഉമാരിയുടെ ആഹാരവും വാങ്ങിച്ച് കഴിച്ചിട്ട് എന്താ കൊല്ലാൻ വേണ്ടി എവിടെ ഇട്ടേക്കുന്നത്? പൊട്ടക്കുഴിയിൽ ഇട്ടേക്കുന്നത്. പക്ഷേ രൂപേൻ അങ്ങോട്ട് മാറിപ്പോയി. രൂപേന് ചെറുക്കനെ എങ്ങനെയും അപ്പൻ്റെ അടുക്ക് കൊണ്ടുപോകണമെന്നാ. മൂത്ത മകനല്ലേ, ഉത്തരവാദിത്വമുള്ളത് ആർക്കാ? രൂപേനാ. ഞാനൊരു കാര്യം ദൈവങ്ങളോട് പറയാം, ഈ ലോകത്തിൽ നടക്കുന്ന ജീവനെ കെടുത്തുന്ന ഏത് പ്രവൃത്തിയും പൈശാചികം. നമ്മുടെ ആത്മീയാരാധനയെ ജീവനെ കെടുത്തുന്ന ഏത് വെല്ലുവിളിയും പൈശാചികമാണ്. ദൈവങ്ങളെ, ആത്മാവിൽ ആരാധിച്ച് ജീവൻ പ്രാപിക്കാനാണ് നമ്മൾ വന്നത്. നിന്റെ കുടുംബത്തിൽ മരിച്ചിരിക്കുവാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവമക്കളെ, ജീവനും ഒഴുക്കുമാ ദൈവം തുറന്നു വിട്ടിരിക്കുന്നത്. അവൻ ഉറവുകളെ തുറക്കുന്ന ദൈവമാ. അവൻ തുറന്നത് വെറുതെ അല്ലെന്ന്, അവൻ തുറന്നത് ജീവൻ വരുത്തുവാൻ വേണ്ടി. രൂപൻ അങ്ങോട്ട് മാറി നിന്നപ്പോൾ ഈ ഇശ്മേലിയ കച്ചവടക്കാർ വന്നു. ഇശ്മേലിയ കച്ചവടക്കാര് വന്നു. വായിക്കാം, ഉൽപ്പത്തി 37:26 മുതൽ ഉള്ള ഭാഗം ഒന്ന് വായിച്ചാൽ. യഹൂദ പറയുക, നാം നമ്മുടെ സഹോദരനെ കൊന്ന്. ശ്രദ്ധിച്ചു കേട്ടോടെ, ബൈബിളിലുള്ളവരൊക്കെ ഒന്ന് എടുത്തു. നാം നമ്മുടെ സഹോദരനെ കൊന്ന് അവന്റെ രക്തം മറച്ചിട്ട് എന്തുപകാരം? ഒരാള് ഭൂമിയിൽ നിന്ന് പോയിട്ട് വല്ല ഉപകാരമുണ്ടോ? ചെന്ന് പറയും ഇന്നയാളങ്ങ് ചത്താ മതിയെന്ന്. അദ്ദേഹം പോയിട്ട് നമുക്കെന്തോ ഉപകാരം? ദൈവങ്ങളെ, ദുഷ്ടനായാലും നീതിമാനായാലും ഭൂമിയിൽ ഇരിക്കുന്നതാണ് നല്ലത്. ഭൂമിയിൽ ഇരിക്കുന്നതാണ് നല്ലത്. പിന്നെ ദൈവത്തിൻ്റെ കയ്യിലാണ് ഇതെല്ലാം. ആരും മരിക്കാൻ നമ്മൾ എന്ത് ചെയ്യരുത്? ആഗ്രഹിക്കരുത്. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിൽ ജീവൻ തരണമേ, ഞങ്ങളുടെ കുടുംബത്തിൽ ജീവൻ പ്രാപിപ്പാൻ ദൈവം കൃപ ചെയ്യണമേ. ആ പ്രാർത്ഥനയ്ക്ക് പിന്നിൽ ഒരു വലിയ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന നമ്മുടെ മേൽ ജീവൻ കൊണ്ടുവരുന്നതാണ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം, എല്ലാവരുടെ മേലും ജീവശക്തി വ്യാപരിക്കണമേ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ വ്യാപരിക്കുന്നത്? നമ്മുടെ മേലും ആ ജീവശക്തി എന്തെയും വ്യാപരിക്കുമെന്ന്. ഇന്ന് രാത്രികാലം ദൈവമക്കൾ മറന്നു പോകരുത്. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ജീവൻ വ്യാപരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പൈതലെ, നിനക്ക് വേണ്ടി ഒരു നന്മ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തിനാ അവനെ എന്ത് ചെയ്യുന്നത്? കൊല്ലുന്നത്. വായിച്ച് നാം അവനെ എന്ത് ചെയ്യാം? ഇശ്മേല്യർക്ക് വിൽക്കുക. നോക്കി, അതിന്റെ താഴോട്ട് വരുമ്പോൾ രൂപൻ മടങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, അവനെ കുഴി കാണാതപ്പം പരവേശം പിടിച്ചു പറയുന്ന ഭാഗമുണ്ട്. ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്ന പശ്ചാത്തലങ്ങളുണ്ട്. ദൈവങ്ങളെ,
ഹല്ലേലൂയ. അതിൻ്റെ നടുവിലെല്ലാം ദൈവം ഉപയോഗിച്ച കാഴ്ചപ്പാടുള്ള വ്യക്തി ആരായിരുന്നു? യഹൂദയായിരുന്നു. A leader must see what others should not see. മറ്റുള്ളവർ കാണാത്തത് ആര് കാണേണ്ടത്? ലീഡർ കാണേണ്ടത്. ഈ ആശുപത്രിയിലെ ലീഡർ ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടറാണ്. ഡോക്ടർ കുത്തിവെക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? കുത്തിവെച്ചാൽ മതി. അത് നേഴ്സ് എന്തിനാണെന്ന് എന്ത് ചെയ്യണ്ട, ചോദിക്കണ്ട. ഈ മിലിറ്ററിയിലെ ലീഡർ എന്ന് പറഞ്ഞാൽ കമാൻഡറാണ്. കമാൻഡർ ഗെറ്റ് റെഡി എന്ന് പറഞ്ഞാൽ എവിടെയാ പോകേണ്ടത്, എന്തിനാ പോകേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പട്ടാളക്കാരനെ ആവശ്യമില്ല, കൊള്ളത്തില്ല. There is no question of why, do or die. There is no question of why. നീ ഒന്നും ചെയ്യണോ അല്ലെ ചാവണം. ഞങ്ങൾക്ക് ദൈവദാസന്മാർക്ക് ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ദൈവം പറഞ്ഞേ ചെയ്തേ പറ്റത്തുള്ളൂ. ദൈവം പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളെന്ന്. അത് സന്തോഷത്തോടെ ചെയ്യുക. അത് സന്തോഷത്തോടെ ചെയ്യുമ്പോൾ നിന്റെ മേൽ ജീവൻ വ്യാപരിക്കുമെന്ന്, വിടുതൽ ഉണ്ടാകുമെന്ന്. ഇതാ ശുശ്രൂഷ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ജീവൻ എങ്ങനെയാ വ്യാപരിക്കുന്നത്? യഹൂദ പറഞ്ഞു അവനെ കൊല്ലരുത്, ഇശ്മായേലി കച്ചവടക്കാർ വരികയല്ലേ, അവർക്ക് കൊടുത്തു വിട്ടേര്. അവർ 20 വെള്ളിക്കാശിന് അവനെ എന്ത് ചെയ്തു? വിറ്റു. പിന്നെ രൂപേൻ വന്നപ്പോൾ നിലവിളിച്ചു, ഞാൻ അപ്പനോട് എന്ത് പറയുമെന്ന് ചോദിച്ചു. രൂപേനും യഹൂദയുമാണ് നേതൃപാഠം ഉണ്ടായിരുന്നവര്. പക്ഷേ രൂപേൻ പിന്നെ പറഞ്ഞത്, എടാ ചെറുക്കനെ കൊല്ലരുതെന്ന് ഒറ്റ വാക്ക് ആദ്യം പറഞ്ഞായിരുന്നല്ലോ. നോ പറയാൻ ചിലടത്ത് ആംബിയറാണ്. കൊല്ലരുതെന്ന് എന്നാലും പറഞ്ഞായിരുന്നിൽ അവൻ ലീഡറായി, അവനല്ലേ മൂത്തത്. പക്ഷെ അന്നാലും പറഞ്ഞില്ല. യഹൂദ അതുകൊണ്ട് ഇശ്മായേലി കച്ചവടക്കാർ വരുന്ന കണ്ടപ്പോൾ ഈ 10 എണ്ണോവിന് ഇവനെ കൊല്ലാൻ പറയുമെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞ് അവനെ വിറ്റു കളഞ്ഞു. ദൈവമക്കളെ, അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ അവനൊരു പദവി ദൈവം കൊടുത്തു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, പ്രാർത്ഥിച്ച് ചില കാഴ്ചപ്പാട് നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ നീ പറയുന്ന ദൂതിന്റെ അപ്പുറത്ത് പ്രവർത്തിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പ്രാർത്ഥിച്ചോണം എന്ന് ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം വെളിപ്പെടുത്തുന്ന ദൂതിനപ്പുറത്ത് ഒരു ശക്തിയും പ്രവർത്തിക്കത്തില്ലെന്ന്. രൂപേനെ മാറ്റിയത് മറ്റാരുമല്ല, ദൈവമാ മാറ്റിയത്. ഇശ്മായേലി കച്ചവടക്കാർക്ക് കൊടുക്കാൻ യഹൂദ പറയുമ്പോൾ രൂപേൻ അവിടെ ഇല്ലാതിരുന്നതിന്റെ കാരണം ദൈവത്തിന്റെ പ്രവൃത്തിയാ. യഹൂദ പറഞ്ഞത്, സ്തുതിക്കുന്നവന്റെ വായിൽ ദൈവപ്രവൃത്തിയുണ്ട്, ആരാധിക്കുന്നവന്റെ വായിൽ ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്, ദൈവത്തിന്റെ താല്പര്യമുണ്ട്, ദൈവത്തിന്റെ ശക്തിയുണ്ട്. അവൻ പറയുന്നത് നിവർത്തിക്കും. അപ്പൊ നേതൃപാഠം ഉള്ളവനായിരുന്നു ആര്? യഹൂദ. എങ്ങനെയാ നേതൃപാഠം ഉണ്ടായത്? രാഷ്ട്രീയം കളിച്ചൊന്നുമല്ല. രാഷ്ട്രീയം പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. രാഷ്ട്രീയം കളിച്ചൊന്നുമല്ല. അവന് നേതൃപാഠം ഉണ്ടായത് ആരാധന നടത്തിയ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിനക്ക് തികവുള്ള ഒരു വിടുതൽ ഉണ്ടാകണമെങ്കിൽ നീ എത്തപ്പെടേണ്ട ഒരിടം ആരാധന ആലയമാണ്. ആരാധനയിലെത്തണം. ദൈവങ്ങളെ, തികവുണ്ടാകണമെങ്കിൽ ഒറ്റ ഇടമുള്ളൂ, ആരാധനയിൽ എത്തപ്പെടണം. ആരാധനയിൽ എത്തപ്പെടാതെ അവിടെ ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെ ആകണമെന്ന് ആരും പറയണ്ട. ദൈവത്തിന്റെ നിയമം എന്താണെന്ന് ആരാധിക്കുന്നവൻ അറിയാമെന്ന്. ആരാധിക്കുന്നവൻ പറയുന്നത് നടക്കത്തുള്ളെന്ന്. ആരാധിക്കുന്നവന് ദൈവം വെളിപ്പെടുത്തുന്ന വെളിപ്പാടുണ്ടെന്ന്. ഒന്ന് കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. അടുത്ത ദൂതോട് പറയാൻ പോയ ദൈവമക്കളെ, അപ്പോൾ ആരാധിക്കുന്നവന് നേതൃപാഠമുണ്ട്. അവന് ദൈവത്തെ ആരാധിക്കാൻ അറിയാം. ദൈവത്തെ ആരാധിക്കുമ്പോൾ വെളിപ്പെടുത്തിയ വെളിപ്പാട് ദൈവത്തിന്റെ വചനത്തിലെ ഏത് കുറ്റിക്കാട്ടിലും അവൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ യഹൂദ ഗോത്രത്തെ തെരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. മുമ്പേ അമ്മ പറഞ്ഞ പോലെ ആരാധിക്കുന്നവന് അവൻ ആരാധിക്കുന്ന ദൈവം. ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യനാര്? ഈ യഹൂദ. അപ്പൊ യഹൂദ ജീവൻ സംരക്ഷിക്കണമെന്ന് പറയുക മാത്രമല്ല, അവൻ എന്ത് ചെയ്യുന്നു? ആരാധിക്കുന്നവനാണ്. ജീവൻ സംരക്ഷിക്കുന്നതിന് മറ്റൊരു തെളിവൂടുണ്ട്. ഈ യോസഫിനെ കാണാൻ പോകുമ്പോൾ ബെന്യാമീനെ അവസാനം പിടിച്ചു വെക്കുന്നുണ്ട്. ബെന്യാമീനെ എന്ത് ചെയ്യുന്നുണ്ട്? പിടിച്ചു വെക്കുന്നുണ്ട്. 44-ാം അധ്യായം അതിന്റെ 33, 34 വാക്യങ്ങൾ. ഉൽപ്പത്തി 44-ന്റെ യഹൂദ പറയുക, ബെന്യാമീനെ കുറിച്ച്
ബെന്യാമീനെ പിടിച്ചു വെച്ചപ്പോൾ യഹൂദ പറയുകയാണ്, എന്നെ അങ്ങ് പിടിച്ചു വെച്ചു, ഞാൻ എന്ത് ചെയ്തോളാം, നിന്നോളാം. ഇത്രയും നല്ല മനസ്സുള്ള മനുഷ്യനാ യഥാർത്ഥത്തിൽ ആരാധനക്കാരൻ. യേശുക്രിസ്തു ചെയ്തത് എന്താ? ഇത് തന്നെയാണ്. യേശുക്രിസ്തു ചെയ്തത് എന്താ? ഇത് തന്നെ. എന്താ? എന്നെ പിടിച്ചു വെക്കാൻ പാപവും പൈശാചിക ശക്തികളും വന്നപ്പോൾ അവനെ വിട്ടേര്, ഞാൻ ഈ പാപത്തിന്റെ മറുവിലയാകാമെന്ന് പറഞ്ഞ് ആരാ വന്നത്? ആരാ വന്നത്? ദൈവങ്ങളെ, യേശുക്രിസ്തു വന്നത്. യേശുക്രിസ്തു വന്നത്. ബെന്യാമീനെ യോസഫ് പിടിച്ചു വെച്ച് അടിമയാക്കി ഇരുത്തുകയാണെന്ന് പറഞ്ഞപ്പോൾ യഹൂദ പറഞ്ഞു, അയ്യോ യജമാനെ, അങ്ങനെ ചെയ്യരുതേ, ഞാൻ അവന് വേണ്ടി എന്ത് ചെയ്തോളാം, അടിമയായിക്കൊള്ളാം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതാ സെർവന്റ് ലീഡർഷിപ്പ്. ഈ യഹൂദ പറയാ, ചെറുക്കനെ വിട്ടേര് സാറേ, എന്നെ എന്ത് ചെയ്തു, പിടിച്ചു വെച്ചു. ഇത് തന്നെയാണ് കർത്താവ് ചെയ്തത്. നമ്മളെ വെട്ടാൻ ന്യായപ്രമാണവും അതിൻ്റെ ശക്തികളും അപ്പോൾ തന്നെ പാപത്തിൻ്റെ ശക്തികളും വാളോങ്ങി നിന്നപ്പോൾ ദൈവത്തിൻ്റെ ഇടമേ ആ വെട്ടുകൊള്ളുവാൻ ആരിറങ്ങി വന്നു? യേശുക്രിസ്തു ഇറങ്ങി വന്നു. ഇന്ന് രാത്രിയിൽ ദൈവമക്കളോട് ഞാൻ പറയാം, മറ്റുള്ളവരെ അനുഗ്രഹിക്കപ്പെടണമെന്ന് നീ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമെന്ന്. നമ്മുടെ തലമുറ എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. മറ്റുള്ളവരെ അനുഗ്രഹിക്കപ്പെടാൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലമുറയെ ദൈവം എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. ഈ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മളൊരു കാര്യം ഓർത്തോണം, നെകളിച്ചൊന്നും പോകരുത്. അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ഒന്നുകൂടെ എന്ത് ചെയ്തോണം? താണ. ഒരു ഉയർച്ച വരുമ്പോൾ എന്ത് ചെയ്തോണം? താണോണം. താണവനെ ദൈവം ഉയർത്തുവന്ന്. താണവനെ ദൈവം എന്ത് ചെയ്യും? ഉയർത്തുവന്ന്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അപ്പൊ യഹൂദയെ തെരഞ്ഞെടുക്കുവാൻ കാരണം ഒന്ന്, അവന് വാഗ്ദത്തമുള്ളവനാണ്. രണ്ട്, അവന് ജീവനെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ളവനാണ്. മൂന്ന്, അത് നമ്മൾ പലപ്പോഴും കേട്ടതുകൊണ്ട് ഞാൻ പറയുന്നില്ല, മൂന്ന്, അവൻ ആരാധിക്കുന്നവനാണ്. അവൻ എന്ത് ചെയ്യുന്നവനാ? ആരാധിക്കുന്നവന്. യുദ്ധത്തിന് പുറപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ ആരും പുറപ്പെടട്ടെ എന്ന് പറഞ്ഞത്? യഹൂദ പുറപ്പെടട്ടെ എന്ന് പറഞ്ഞത്. കാരണം അവന് ഊർജ്ജസ്വലതയുണ്ട്. അപ്പൊ ആ ഗോത്രത്തിൽ നിന്നാണ് ആരെ വിളിച്ചത്? ദാവീദിനെ വിളിച്ചത്. ദാവീദിന്റെ പ്രത്യേകത, അവനും ആരാധിക്കുന്നവനാണ്. തലമുറ വന്നപ്പം ആരാധന കുറഞ്ഞൊന്നുമില്ല. യഹൂദ ഗോത്രത്തിൽ ദാവീദിന് ആരാധന എന്ത് ചെയ്തില്ല? കുറഞ്ഞു. ഈ 5ാം തലമുറയായപ്പോഴത്തേക്ക് പെന്തക്കോസ്തുകാരുടെ ആരാധന പോയി, കയ്യടി പോയി, ഡ്രമ്മ് പോയി. ഇപ്പൊ ഡ്രം അടിച്ച് ആരാധിക്കുന്ന ചിലർക്കൊന്നും ഇഷ്ടമല്ല. ഈ മിലിറ്ററിക്ക് ഇതുവരെ എന്താ ഡ്രമ്മ് തന്നെ വെച്ചിരിക്കുന്നത്. ആ ശബ്ദം കേൾക്കുമ്പോൾ അവൻ ലെഫ്റ്റ് റൈറ്റ് അടിച്ചെന്ത് ചെയ്യും? മുമ്പോട്ട് പോകും. ഈ ഒരാൾ പറഞ്ഞത് പാലത്തെ വരെ മറിച്ചിടാനുള്ള ശബ്ദം ലെഫ്റ്റ് റൈറ്റ് കാല് വെക്കുമ്പോൾ ഉണ്ടെന്നാണ്. അതുകൊണ്ട് ഈ പാലത്തെ കൂടെ ആരെ മാർച്ച് ചെയ്യിക്കത്തില്ലെന്നാണ് പറയുന്നത്. ആ പട്ടാളത്തെ മാർച്ച് ചെയ്യിക്കത്തില്ല. ആ സൗണ്ടിന്റെ ഫ്രീക്വൻസിയും പാലത്തിന്റെ ഫ്രീക്വൻസിയും ഒന്നാകുമ്പോൾ പാലം പോകും. നമ്മുടെ ഒരാൾ പറഞ്ഞല്ലോ, പാട്ടുപാടി ഇന്നിടം തുറക്കാമെന്ന്. ഇത് തന്നെയാ ഫ്രീക്വൻസി. ഈ താക്കോലിന്റെ ഫ്രീക്വൻസിയും പാട്ടിന്റെ ഫ്രീക്വൻസിയും ഒന്നാകുമ്പോൾ എന്ത് ചെയ്യും? അവിടെ തുറക്കുമെന്ന് ഒന്ന് അനുവദിച്ചാൽ മതി എന്നാ പുള്ളി പറഞ്ഞ്. സത്യം. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇതിനു മുമ്പ് ദൈവം പറഞ്ഞല്ലോ, ദൈവം വെളിപ്പെടുത്തിയല്ലോ, ആരാധിച്ചപ്പോൾ വൻമതിൽ ഇടിഞ്ഞു വീണില്ലേ? എന്തോ ഒരു സ്വോത്രം പറയാത്ത ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെയും വീട്ടിൽ ഉയരുന്ന ആരാധന നിമിത്തം അന്ധകാരത്തിന്റെ കോട്ടകൾ ഇടിഞ്ഞു വീഴുമെന്ന്, രോഗത്തിന്റെ അടുക്കൽ ചത്തുമാറുമെന്ന്, ആത്മീക ശക്തി പ്രാപിക്കുമെന്ന്, ദൈവകൃപ വ്യാപരിക്കുമെന്ന്, അസ്ഥികളിലേക്ക് ഇത് വ്യാപരിച്ചിറങ്ങുമെന്ന്. പെന്തക്കോസ്തുകാരെന്തിനാ ഇത്രയും ആരാധിക്കുന്നതെന്നൊക്കെ ചിലർക്ക് തോന്നുന്നവർക്കൊക്കെ തോന്നിക്കോട്ടെ. പക്ഷെ ഞാനൊരു ദൂത ദൈവമക്കളോട് പറയാം, ഇത് സയൻസും ഫിസിക്സും പറയുന്നെങ്കിൽ, ഇവിടുത്തെ വലിയ പാട്ടുകാരൻ പറയുന്നെങ്കിൽ, ഇതിനു മുമ്പ് ബൈബിൾ എന്ന് പറഞ്ഞേക്ക, ആരാധനയിൽ വിടുതലുണ്ട്, മൺകുട ഉടയും, തീ കത്തും, ആരാധനയിൽ വിടുതലുണ്ടെന്ന്. അല്ലെങ്കിൽ പറഞ്ഞത് വെറുതെ അല്ല, ദൈവത്തിന്റെ ഈ ശബ്ദം ഉയരുമ്പോൾ വിടുതൽ. ആരാധിക്കുന്ന തലമുറ കഴിഞ്ഞപ്പോഴും ദാവീദിന്റെ ആരാധന എന്ത് ചെയ്തില്ല? കുറഞ്ഞില്ല. കാട്ടിപ്പോയപ്പോഴും അവൻ ആരാധിക്കുക. സിംഹം വന്നപ്പോഴും ആരാധനയില്ല കൈകാര്യം ചെയ്യുന്നത്. കരടി വന്നപ്പോഴും
ആരാധനയില കൈകാര്യം ചെയ്യുന്നത്. ആടിനെ പിടിച്ച് വായി വെച്ചപ്പോഴും ചീത്ത വിളിക്കൊണ്ടല്ല പോകുന്നത്, ആരാധനയില കൈകാര്യം ചെയ്യുന്നത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, എത്ര പ്രതിസന്ധി വന്നോട്ടെ, അവകാശങ്ങളെ ശത്രു പിടിച്ചു വെച്ചെന്ന് തോന്നിക്കോട്ടെ, നീ ഒന്നും ശബ്ദിക്കണ്ട. ദൈവത്തെ ആരാധിച്ചാൽ മതി, വിടുതലുണ്ടാകും. ദൈവങ്ങളെ, ഇവിടെ കൈമിടുക്ക ഞാൻ പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ തെരഞ്ഞെടുക്കാനുള്ള കാരണം പറഞ്ഞു, രണ്ടാമത്തെ കൈമിടുക്ക പറയുന്നതാണ്. കൈമിടുക്ക് പറയുമ്പോൾ ആരാധനയെ കൈമിടുക്കും. ചിലർ പിന്നെ ലൈവ് വരുമ്പോഴേ കൈയടിക്കും. ലൈവ് വരുമ്പോഴല്ല നീ കൈയടിക്കേണ്ടത്, ലൈവായിട്ട് നീ തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കേണ്ടതിന് നാം ധൈര്യത്തോടെ കൃപാസനത്തിന്, അതാ ലൈവ്. ബൈബിളിലെ വാക്യ എന്താ? അതുകൊണ്ട് തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കേണ്ടത് നാം ധൈര്യത്തോടെ കൃപാസനത്തിന്. ഇപ്പൊ ലൈവ് ആരാധന മുറിക്കാത്താണേലും വീഡിയോ അല്ല കാണേണ്ടത്, ലോകമല്ല കാണേണ്ടത്, ഡിസ്പ്ലേയിലല്ല കാണേണ്ടത്, ദൈവത്തിന്റെ ആരാധന കാണട്ടെ. ദൈവം നമ്മുടെ ആരാധന എന്ത് ചെയ്യണം? കാണണം. ദൈവങ്ങളെ, അതാ ആരാധന. കാട്ടിക്കിടന്ന് ഇവൻ ആരാധിച്ചു. ആരാ? ദാവീദ് ആരാധിച്ചു. നാട്ടിലിറങ്ങിയപ്പോ ഒട്ടും കുറഞ്ഞില്ല കേട്ടോ. നാട്ടിലിറങ്ങിയപ്പോൾ ഇവൻ ആരാധനയ്ക്ക് കുഴപ്പമൊന്നുമില്ല. നാട്ടിലെ ദൈവത്തിന്റെ പെട്ടകം മുമ്പിൽ വന്നപ്പോൾ അവൻ നൃത്തം ചെയ്ത് കുതിച്ച് ദൈവത്തെ ആരാധിക്കാം. അകത്ത് കയറിയപ്പോൾ അവൻ പറഞ്ഞു, ദൈവമേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരാൻ ഞാൻ എന്തുള്ളൂ, എന്റെ കുടുംബം എന്തുള്ളൂ. ശമൂവേലിന്റെ പുസ്തകം 2-ാം പുസ്തകം 6, 7, 8 അധ്യായങ്ങൾ വായിച്ചാൽ മതി. അപ്പം ഈ ആരാധന കാട്ടിലുണ്ടായിരുന്നു, നാഷണൽ ഹൈവേ ഉണ്ടായിരുന്നു, വീടിന്റെ അകത്തുണ്ടായിരുന്നു. ഇതൊന്നും കാര്യമില്ല. നീ ദൈവത്തെ ആരാധിച്ചോണം, നീ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വചനം നിന്റെ നെഞ്ചത്ത് കൊണ്ടാൽ അത് ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കണം. കരയേണ്ടതാണ് കരഞ്ഞ് ദൈവത്തെ സ്തുതിച്ചോണം. മഹത്വപ്പെടുത്തേണ്ടതാണ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ദൈവം സംസാരിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞ് ദൈവത്തെ ആരാധിച്ചോണം. ദൈവത്തെ ആരാധിക്കുന്നവന് വിടുതലാണ്. അപ്പൊ ഈ ആരാധിക്കുന്നവന്റെ കൈമിടുക്ക്, ഈ വലിയ പൊക്കവും മണ്ണവും ഒക്കെ ഉള്ളവന്മാര് നിന്നപ്പോ ഈ ആരാധിക്കുന്നവന്റെ കൈമിടുക്ക് പറഞ്ഞ് നിർത്തുക. അവൻ അങ്ങോട്ട് ചെന്നു, ദൈവത്തെ ആരാധിച്ചാൽ നിന്റെ ചങ്ങല മുഴുവൻ അഴിയുമെന്ന്. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ കെട്ടിയ കെട്ടുകൾ തീക്കാത്ത് അഴിയുമെന്ന് ദാര്യാവേശ് രാജാവ് സിംഹത്തിന്റെ കൂട്ടിലിട്ടാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ പൈതലെ, അതിന്റെ വായ ദൈവം അടയ്ക്കുമെന്ന്. ദൈവങ്ങളെ, എന്തിനാ ശൗലിനെ രാജാവാക്കിയത്? വീട്ടിൽ കയറി ഇരിക്കാനാണോ? ഗുഹയ്ക്കകത്തിരിക്കാനാണോ? ശമൂവേലിന്റെ പുസ്തകത്തിലും രാജധർമ്മം എഴുതിയിട്ടുണ്ട്. നിങ്ങളെ ഭരിക്കാനിരിക്കുന്ന രാജാവിന്റെ ന്യായമായ ധർമ്മം ഇതായിരിക്കും. ഇപ്പൊ എടുക്കണ്ട, നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അവർ നിങ്ങളുടെ മക്കളെ വെപ്പാട്ടികളാക്കും, നിങ്ങളുടെ പുത്രന്മാരെ അവർക്ക് മുമ്പിൽ ഓടിക്കും, അവർ നിങ്ങളോട് കരം വാങ്ങിക്കും, നിങ്ങളുടെ മക്കളെ പട്ടാളത്തിൽ ചേർക്കും. ഇതൊക്കെ ഉണ്ടെങ്കിലേ രാജ്യം ഉണ്ടാക്കും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത് ഏത് മേഖലയ്ക്കാണെന്നറിയാം? ഡിഫൻസിന് വേണ്ടിയാണ്. പക്ഷെ ഇവന്മാരെല്ലാം കൂടെ ഗുഹയ്ക്കകത്ത് കയറിയിരിക്കുക. ഗുഹയ്ക്കകത്ത് കയറിയിരിക്കാൻ കാരണം മറ്റൊന്നുമല്ല, ഇവരെ യുദ്ധത്തിനാണ് നിയമിച്ചത്. നിങ്ങളുടെ യുദ്ധം നടത്താനാ രാജാവിനെ വേണ്ടത്. ഞങ്ങൾക്ക് ജാതികളെ പോലെ ഒരു രാജാവിനെ വേണം. അവൻ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നയിക്കട്ടെ. ഞങ്ങളുടെ യുദ്ധങ്ങൾ ആര് ചെയ്യട്ടെ? രാജാവ് ചെയ്യട്ടെ. ആ രാജാവിനെ തന്നെയാണ് യുദ്ധം ഏൽപ്പിച്ചത്. പക്ഷേ ശൗലിപ്പോ എവിടാ? ഗുഹയ്ക്കകത്ത്. എന്താ കാര്യം? ആരാധനയില്ല. യുദ്ധം ചെയ്യാൻ മുമ്പിൽ ആളില്ല. യുദ്ധം ചെയ്യാൻ മുമ്പിൽ ഒരാളുണ്ടെങ്കിൽ പുറകിൽ നിന്നാ മതി, നിന്നെ വിജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവങ്ങളെ, ദാവീദ് അങ്ങോട്ട് ചെന്നു. ദാവീദ് എന്നിട്ട് പറഞ്ഞു, ആ ഫെലിസ്തീനെ കൊന്നാൽ എന്തോ കിട്ടുമെന്ന്. കിട്ടുന്നതിന്റെ കാര്യമല്ല അവന് വിഷയം. ഇവൻ കുറച്ചു നേരം കൊണ്ട് ഇസ്രായേലിന്റെ നിരകളുടെ ദൈവത്തെ എന്ത് ചെയ്യുക? നിന്ദിച്ചുകൊണ്ടിരിക്കുക. ആ കൈമിടുക്കോടെ ആത്മാഭിഷേകം ഒന്ന് വെളിപ്പെടുത്താൻ ആരാഗ്രഹിക്കുന്നത്?
ദാവീദ് ആഗ്രഹിക്കുന്നു. അവൻ അങ്ങോട്ട് ചെന്നിട്ട് രാജാവിനോട് അനുവാദം ചോദിച്ചു. രാജാവ് ഈ പടച്ചട്ടയ്ക്ക് ഊരിയങ്ങ് കൊടുത്തു. അവൻ പറഞ്ഞു, ഇതൊന്നും എനിക്ക് ശീലമില്ല, എനിക്കൊരൊറ്റ ശീലമേ ഉള്ളൂ, ആരാധിച്ചുള്ള ശീലമേ ഉള്ളൂ. അവൻ തോട്ടിലിറങ്ങി 5 കല്ല് പറക്കിയിട്ട് അത് അവന്റെ ഇടയ സഞ്ചിയിലിട്ടു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ഇടയ സഞ്ചിയിലായതുകൊണ്ട് തന്നെ വിശ്വസിച്ചിട്ട് പറ, എന്റെ ഇടയൻ കർത്താവ് യേശു ക്രിസ്തു, അവൻ അധികാരത്തോടെ എന്നെ ഒന്ന് ഉപയോഗിച്ചാൽ ഏത് ഫെലിസ്ത്യനും ഇല്ലാതാകത്തക്കവണ്ണമുള്ള പ്രവൃത്തി എന്റെ കരത്തിന്റെ മേൽ അവൻ നൽകി തരിക തന്നെ ചെയ്യും. നമ്മുടെ മിടുക്കുകൊണ്ടല്ല നടത്തിയത്, ദൈവത്തിന്റെ കൈമിടുക്ക ദാവീദിന്റെ മേൽ വന്നത്. ദാവീദ് ഒരു കല്ലെടുത്തിട്ട് കവണയിൽ വെച്ച് ഗോലിയാത്തിന്റെ നേരെ ആഞ്ഞു വിട്ടപ്പോൾ അവന്റെ നെറ്റിയുടെ തടത്തിൽ അത് പതിഞ്ഞു. അവന്റെ മേലത് പതിയുകയാ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മേൽ കൈമിടുക്കുള്ളത് എങ്ങനെയാ? നീ ആരാധിക്കുന്നത് കൊണ്ട് കൈമിടുക്കുള്ളത്. ഹല്ലേലൂയ. ഞാൻ സന്ദേശം നിർത്താൻ പോകുകയാണ് ദൈവമക്കളെ. അതുകൊണ്ട് ആരാധിക്കുന്നവന്റെ കൈമിടുക്ക് അവിടെ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ആരാധിക്കുന്ന ദൈവത്തിന്റെ പേരിൽ നിന്നെ തെരഞ്ഞെടുത്തത് വെറുതെയല്ല. നീ പറയുന്ന ചില കാര്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നടക്കുമ്പോഴായിരിക്കും ദൈവം ചില പ്രാർത്ഥന വിഷയം നിന്നെ ഓർമ്മിപ്പിക്കുന്നത്. നീ ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ ആ വിഷയത്തിന്റെ മേൽ വിടുതൽ തരുവാൻ കഴിവുള്ള ഒരു ദൈവത്തെ നീ സേവിക്കുന്നത്. ഇന്ന് രാത്രി വിശ്വസിച്ചിട്ട് പറ, എന്റെ ദൈവം എനിക്ക് തന്ന കൈമിടുക്കിനായി, എനിക്ക് തന്ന ആരാധനയ്ക്കായി സ്തോത്രം. കൈമിടുക്കെന്ന് പറയുമ്പോൾ നമ്മുടെ കൈയുടെ ബലമാണെന്നൊന്നും ആരും ചിന്തിക്കരുത്. സ്കിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്കിൽ. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്നതുകൊണ്ട് അവന് നൈപുണ്യം ഉണ്ടായി. ഇന്ന് രാത്രിയിൽ എന്നെ കേട്ട ദൈവത്തെ ജനത്തോട് പറയട്ടെ, ദൈവം വാഗ്ദത്തം തന്ന് നമ്മെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ വാഗ്ദത്തം നിവർത്തിക്കും. ആര് പറഞ്ഞാലും ആ വാഗ്ദത്തം നിവർത്തിക്കും. ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയട്ടെ, കൊടി ഒന്നിച്ച് കെട്ടിയാലും പടയൊന്നിച്ച് ഒരുങ്ങിയാലും ആത്മാവിൽ ഒരു ദൂത് പറയാം. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ തലമുറയുടെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ സഭയുടെ മേൽ നിറവേറുവാനിടയായി. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്ന കൈമിടുക്ക് ആത്മാവിന്റെ ജീവിതമാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, കുഞ്ഞേ, ദൈവാത്മാവിൽ ഞാൻ ദൂത് പറയട്ടെ, ഒരു ദോഷവും തട്ടാൻ ദൈവം നിന്നെ പരിപാലിക്കും. അവൻ തന്റെ ജനത്തെ കൈമിടുക്കോടെ നടത്തുകയാണ്. നിർമ്മല ഹൃദയത്തോട് ദൈവത്തെ ആരാധിക്കുക. ഇന്ന് രാത്രികാല ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി കേട്ട വചനത്തിന് മുമ്പിൽ സ്തോത്രം ചെയ്താട്ട് നാം കേട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ നിർമ്മലതയോടും കൈമിടുക്കോടും ദാവീദ് തന്റെ ജനത്തെ പരിപാലിച്ചു എന്ന വചനം നാം കേട്ടല്ലോ. ദൈവം വാഗ്ദത്തം തന്ന് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുക. ആ വാഗ്ദത്തത്തിൽ നമുക്ക് ഹല്ലേലൂയ അവന്റെ വാഗ്ദത്തങ്ങളുണ്ട്. 2 നേതൃഗുണമുണ്ട്. ജീവനെ നശിപ്പിക്കുവാനല്ല, ജീവനെ ആഗ്രഹിക്കാൻ ദൈവം നമ്മെ കൊണ്ടുവന്നത്. ആരാധിക്കുന്നവന് വലിയ വിടുതലുണ്ട്. ഹല്ലേലൂയ. കൈമിടുക്ക് ദൈവം കൊടുക്കുക. എന്തിനു വേണ്ടിയാ കൊടുത്തത്? ശത്രുവിനെയും പകയിനെയും മിണ്ടാതാക്കുവാൻ ദൈവം നമുക്ക് ബലം തന്നിരിക്കുക. ഇന്ന് രാത്രികാലം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നാം എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ